പെരുമ്പാവൂരിൽ സീറ്റില്ലാത്ത സിറ്റിംഗ് MLA എൽദോസ് കുന്നപ്പള്ളി സ്വതന്ത്രനായി മത്സരിച്ചേക്കില്ല. പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കരുതെന്ന നേതാക്കളുടെ നിർദ്ദേശത്തെ തുടർന്നാണ് എൽദോസിന്റെ തീരുമാനം. പെരുമ്പാവൂരിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് UDF സ്ഥാനാർത്ഥി മനോജ് മൂത്തേടൻ ന്യൂസ് 18നോട് പറഞ്ഞു. പെരുമ്പാവൂരിൽ കോൺഗ്രസിലുണ്ടായ സ്ഥാനാർത്ഥിത്വത്തെ ചൂണ്ടിയുണ്ടായിട്ടുള്ള കലാപങ്ങൾ അവസാനിക്കുന്നു എന്ന സൂചനയാണ് ഒടുവിൽ ലഭിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നിലവിലെ MLA ആയ എൽദോസ് കുന്നപ്പള്ളി അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് താൻ ഒരുപക്ഷെ സ്വതന്ത്രനായി മത്സരിച്ചേക്കാമെന്ന സൂചന പോലും അടുത്ത അനുയായികൾക്ക് നൽകിയിരുന്നു. കടുത്ത പ്രതിഷേധം ഇതിൽ തനിക്ക് ഉണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന് പ്രധാനപ്പെട്ടൊരു കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് നേതൃത്വം തന്നോട് ഇക്കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ, ഇത്തവണ മാറി നിൽക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ താൻ അതിന് സന്നദ്ധമാകുമായിരുന്നു, തനിക്ക് ഒരു എതിർപ്പും ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. തന്നോട് ഒരുങ്ങാനായിട്ട്, അതായത് നിലവിലെ MLA-മാർക്ക് അതിൽ മത്സരിക്കാൻ എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ച് കെ ബാബു മാത്രമാണ് അതിൽ വിട്ടുനിൽക്കുന്നുവെന്ന് അറിയിച്ചത്. എറണാകുളം ജില്ലയിലെ മറ്റ് MLA-മാർക്ക് തുടരാം, അതുകൊണ്ട് ഒരുങ്ങാനായിട്ട് നേതൃത്വം പറഞ്ഞിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ മുന്നോട്ട് പോയതെന്ന് അദ്ദേഹം പറയുന്നു. തുടക്കത്തിലെ പറഞ്ഞിരുന്നുവെങ്കിൽ താൻ മാറി നിൽക്കുമായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായിരുന്നു. ഒരെതിർപ്പും പാർട്ടി നേതൃത്വത്തോടെ തനിക്ക് അക്കാര്യത്തിൽ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ഒടുവിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനു ശേഷം പിന്നീട് അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ വലിയ രീതിയിൽ തനിക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്, നിരാശയുണ്ട്. പക്ഷേ എങ്കിലും നേതൃത്വത്തോട് വലിയ എതിർപ്പ് ഇക്കാര്യത്തിൽ താൻ വെച്ചു പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയില്ല എന്ന സൂചന തന്നെയാണ് നൽകിയത്. അതിന് പ്രധാന കാരണമായി പറഞ്ഞത് താൻ 2 വർഷം MLA ആകാൻ ഈ പാർട്ടിയിൽ അവസരം ലഭിച്ചു, ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു എന്നതെല്ലാം തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പാർട്ടിയോട് സമരസപ്പെടുന്നു, പാർട്ടിയുടെ തീരുമാനത്തോട് അദ്ദേഹം താതാത്മ്യം പ്രാപിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണങ്ങൾ ഉണ്ടായത്. കൂടുതൽ തീരുമാനങ്ങൾ തൻ്റെ വിശ്വസ്തരോടും പാർട്ടി പ്രവർത്തകരോടും ഒപ്പം പാർട്ടി നേതൃത്വത്തോടുമൊപ്പം ആലോചിച്ച് തീരുമാനിക്കുമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ഇതുവരെയും ഒരു പ്രതികരണവും എൽദോസ് കുന്നപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാനോ ആർക്കും തന്നെ മാധ്യമപ്രവർത്തകർക്ക് അടക്കം സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ആ രീതിയിൽ അദ്ദേഹം മാറി നിൽക്കുന്നു, അത്തരം ഒരു പ്രതിഷേധങ്ങളിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുന്നു എന്നതിനെ അർത്ഥമാക്കുന്നത് വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു കലാപക്കൊടി എൽദോസ് കുന്നപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ ഇടയില്ല എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തെ ഉപദേശിച്ചിരിക്കുന്നതും ഇനിയും സമയം ഒരുപാട് ബാക്കിയുണ്ട്. നിലവിലെ തന്നെ 2 ടൈമുകൾ അദ്ദേഹം പൂർത്തീകരിച്ചു. അപ്പോൾ ഇനിയും സ്വാഭാവികമായും സമയം ബാക്കിയുണ്ട്. സംഘടനാ ചുമതലകളടക്കം നൽകിയേക്കാം എന്ന സൂചനകളും എൽദോസ് കുന്നപ്പള്ളിയെ അനുനയിപ്പിക്കാൻ ആ രീതിയിലുള്ള ഒരു സൂചനകളും വരുന്നുണ്ട്. അങ്ങനെയുള്ള സംഘടനാ ചുമതലകൾ നൽകിയേക്കാമെന്നുള്ളൊരു സൂചന ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പെരുമ്പാവൂരിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകുമെന്ന് സ്ഥാനാർത്ഥിയായ മനോജ് മൂത്തേടൻ അടക്കം പറഞ്ഞു. എൽദോസ് കുന്നപ്പള്ളിയുമായി താൻ സംസാരിച്ചിരുന്നു എന്നതടക്കം അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായി. വരും ദിവസങ്ങളിൽ അദ്ദേഹം പ്രചാരണ രംഗത്ത് സജീവമാകും എന്ന് തന്നെയാണ് മനോജ് മൂത്തേടനും പറയുന്നത്. പ്രാദേശിക കോൺഗ്രസ് നേതൃത്വവും അതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ വലിയ പ്രതിഷേധങ്ങളില്ലാതെ എൽദോസ് കുന്നപ്പള്ളി ഉയർത്തിയ പ്രതിഷേധങ്ങൾ അവസാനിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.